Prayer. Heavenly Father, thank you for this new day and for the chance to learn. Please bless our teachers, classmates, all who guide us. Help us focus, listen well, and do our best in everything today. Give us patience, understanding, and a kind heart towards others. May we bring you honor in all we do. Amen. Sign in. Good morning, everyone. I am warmly welcome you all to today's online class. Let us begin with session with enthusiasm and a positive attitude to learn something new. Welcome, dear Jisha ma'am, and all my dear friends. Let's start our class happily. Thank you. Good morning, all. Thought of the day. Degree is just a piece of paper. Your real education is seen in your behavior. Quote by Dr. APJ Abdul Kalam. Good morning. Good morning, Good ma'am. morning. Morning. Okay, prayer എല്ലാം കഴിഞ്ഞിരുന്നോ? കഴിഞ്ഞു ma'am. Yes, ma'am. Okay, fine. So, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മള് 4th യൂണിറ്റ് ഒറ്റയ്ക്കായതുകൊണ്ട്, നിങ്ങൾ 13 മാത്രം ഉള്ളത് കൊണ്ട് അശ്വിനി മിസ്സിന്റെ ക്ലാസ് എനിക്ക് എടുക്കേണ്ടതുകൊണ്ടാണ് അങ്ങനെ. സെൽഫ് കൺസ്ട്രക്ഷൻ കുറച്ച് പ്രിപ്പയർ ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ കുറച്ച് പേരൊന്നും ഇല്ല അല്ലെ, വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കും. എനിവേ ആരെങ്കിലും അതിനെ റെഡി ആയിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സ്റ്റാർട്ട്, അല്ലെങ്കിൽ നോ പ്രോബ്ലം. ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ. Okay, fine. സോ നമ്മൾക്കറിയാം, 2 ഇന്റേണൽ എയ്ഡ്സ് ആണ് ഒരു കുട്ടിയുടെ നാച്ചുറൽ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് അബ്സോർബൻ മൈൻഡ് ആൻഡ് സെൻസിറ്റീവ് പീരീഡ്. ആ സെൻസിറ്റീവ് പീരീഡിന്റെ കുട്ടി സെൻസിറ്റീവ് ആകുന്ന ഏരിയകളെ പറ്റിയായിരുന്നു നമ്മൾ പറയാനെന്ന് പറഞ്ഞത്. ഓക്കെ ഫൈൻ. ആരാ സ്റ്റാർട്ട് ചെയ്യുന്നേ? ആരാ ഉള്ളേ? യെസ് പ്ലീസ്. ആരുള്ളേ? നോ പ്രോബ്ലം.
നമ്മളിത് തുടങ്ങിയിട്ടുണ്ടായിരുന്നോ? സ്റ്റാർട്ട് ചെയ്തിരുന്നോ? ഇല്ല മാം. ഓക്കെ, സെൽഫ് കൺസ്ട്രക്ഷൻ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. ആക്ച്വലി നമ്മൾ വിചാരിക്കും ഒരു ഏജ് ഒക്കെ കഴിയുമ്പോഴാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നുള്ളത്. പക്ഷെ ദാറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് തിങ്. ആ ചെറുപ്രായത്തിലേ തുടങ്ങി കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുവാണ്. പക്ഷെ പലപ്പോഴും ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മിണ്ടരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇത് ചെയ്യും. അതായത് നീ ചെറിയ കുട്ടിയാണ്, നിനക്കിത് പറയാനുള്ളതില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ ചെറുപ്പകാലത്ത് കുട്ടികൾ ചെയ്യും. ബട്ട് പ്രായം ഏതായാലും റൈറ്റ് എന്താണോ അത് തന്നെയാണ് ശരിക്കും വേണ്ടത്. ഇങ്ങനെ ഇപ്പോഴും തുടർന്ന് കേൾക്കുന്ന ഒരു പാട്രിയാർട്ടിക്കൽ ഒരു സംഭവമുണ്ട്. അതായത് മുതിർന്നവര് പറയുന്നത് കേൾക്കണം, കാരണവന്മാര് പറയുന്നത് അനുസരിക്കണം, അവര് പറയുന്നതാണ് റൈറ്റ് എന്നുള്ളത്. റൈറ്റ് ആര് പറയുന്നു അതാണ് റൈറ്റ്. നോട്ട് ലൈക്ക് മുതിർന്നവര് പറയുന്നു അല്ലെങ്കിൽ എന്നേക്കാൾ പ്രായമുള്ളവരാണ് പറയുന്നത്, സോ അവര് പറയുന്നത് എതിർക്കരുത്, അതനുസരിക്കണം. ദാറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് വേ. കുട്ടിയാണെങ്കിലും ചില സമയത്ത് ചില പാഠങ്ങൾ നമ്മൾ പഠിക്കാറുണ്ടല്ലേ കുട്ടികളുടെ അടുത്തുനിന്ന്. ഒരു നല്ലൊരു എഡ്യൂക്കേറ്റേഴ്സും കൂടിയാണ് അവര്. കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് അവരിൽ നിന്നാണ്. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കോവിഡ് സമയത്ത് ഒരു ഒട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു മോനെ എനിക്ക് മലയാളം പഠിപ്പിക്കേണ്ടതായിട്ട് വന്നു. വളരെ ചലഞ്ചിങ് ആയിരുന്നു, വേറൊന്നുമല്ല. അതുവരെയും ചെറിയ കുട്ടികളെ ഞാൻ അധികം ഡീൽ ചെയ്തിട്ടില്ല. സാധാരണ കുട്ടികളെ സാധാരണ ക്ലാസ് അങ്ങനെയൊക്കെ എടുത്തു പോയിട്ടുള്ള ഒരാളായിരുന്നു. പെട്ടെന്നാണ് ഒരു 7 വയസ്സുകാരൻ, ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടി, അത് കോവിഡ് കാരണം അതിന്റെ സ്കൂള് പലതും മുടങ്ങി. കോവിഡ് മാത്രമല്ല, ഓട്ടിസ്റ്റിക് ആയത് കാരണം നോർമൽ സ്കൂളില് ഓട്ടിസ്റ്റിക് ചെറിയ രീതിയിലേ ഉള്ളൂ, ബട്ട് ലൈക്ക് സോഷ്യലൈസ് ചെയ്യാൻ ആൾക്ക് ഇഷ്ടമല്ല. പീർ ഗ്രൂപ്പുമായിട്ട് ഒട്ടും മേർജ് ചെയ്ത് പോവാത്ത ഒരു കുട്ടിയായിരുന്നു. LKG UKG ഒരു CBSE സ്കൂളിൽ ചേർത്തപ്പോ അവര് പറഞ്ഞു ഈ കുട്ടിയെ ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കില്ല, പറ്റില്ല, നിങ്ങളിവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിഷേധിക്കപ്പെട്ടൊരു കുട്ടിയായിരുന്നു. അങ്ങനെ ഒരു സാധാരണ ഒരു ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്ത് അവിടെ ഭയങ്കര കെയറിങ് ആയിരുന്നു കുട്ടിക്ക് കിട്ടിയത്. വളരെ കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. 4ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് കോവിഡ് വന്നത്. അവൻ അവിടെ എൻജോയ് ചെയ്ത് വരുമായിരുന്നു. അപ്പോഴാണ് കോവിഡിന്റെ പ്രശ്നം വന്നത്. പിന്നെ പാരന്റ്സ് രണ്ടുപേരും ഡോക്ടേഴ്സാണ്. അപ്പൊ കുട്ടിയുടെ അമ്മ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പൊ അങ്ങനെ അവരെ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇത് എനിക്ക് നോ പറയാൻ പറ്റിയില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കുട്ടിയും കുട്ടിയുടെ അമ്മൂമ്മയും കൂടെ വന്നിട്ടാണ് ക്ലാസ്സിലിരിക്കുന്നത്. ഓൺലൈനാണല്ലോ, സൂമിലൂടെ ആയിരുന്നു നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. സംടൈംസ് അമ്മ ഉണ്ടാവും, പക്ഷെ അമ്മ PGക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് പലപ്പോഴും ബിസി ആയിരിക്കും. അങ്ങനെ ഈ കുട്ടിയുടെ അടുത്തുനിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിരുന്നു. ഞാൻ പല ക്ലാസ്സിലും പല ക്ലാസ്സുകാരോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവന്റെ വീടിനടുത്തുള്ള ഒരു ദിവസം ക്ലാസ്സിലേക്ക് വരുമ്പോൾ കണ്ണ് നിറയെ വെള്ളം നിറഞ്ഞിരിക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, റെയ്ഹാൻ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു. അപ്പം അവന് ലൈക്ക് പൊസിഷൻ ഒന്നും മനസ്സിലാവില്ല. അതായത് ഇപ്പൊ ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പ്രായമായവരെ കാണുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ആ ഏജ് വെച്ചിട്ട് അവർ വിളിക്കും, അങ്കിൾ ആന്റി അല്ലെങ്കിൽ അപ്പൂപ്പ അമ്മൂമ്മ എന്നൊക്കെ വിളിക്കും. പക്ഷെ ഇവനത് അറിയില്ല. കാരണം വീട്ടിൽ ഇവനെ എല്ലാരും നീ എന്ന് വിളിക്കുന്ന കാരണം ഇവന്റെ ധാരണ എല്ലാരെയും നീ എന്നാണ് വിളിക്കുന്നത്. എന്നോട് അവൻ പറഞ്ഞത്, നീ മരം വെട്ടരുതട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് മരം വെട്ടരുത് നീ എന്നുള്ള വാക്കുമായിട്ട് ഞാൻ യൂസ്ഡ് ആയിരുന്നു. കാരണം അവന്റെ വേ ഓഫ് കോളിങ് അതായിരുന്നു. അപ്പൊ നീ മരം വെട്ടരുതട്ടോ. ഇവൻ എപ്പ നീ എന്ന് പറയുമോ അടുത്തിരുന്നുകൊണ്ട് അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ ഇവനെ തിരുത്തും. മാം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയും സാരില്ല, അത് അവന് വിളിച്ചോട്ടെ, അവന് അറിയില്ലല്ലോ എന്താന്നുള്ളത്. അങ്ങനെ ഇവൻ സംസാരിക്കുമ്പോഴൊക്കെ പലതവണ നീയാണ് വരുന്നത്. പിന്നെ അവര് കറക്റ്റ് ചെയ്യുമ്പോൾ അവൻ അങ്ങനെ ഫോഴ്സ്ഫുള്ളി അത് പറയും. പക്ഷെ അവന് നാച്ചുറലി വരുന്നത് നീ എന്നുള്ള വേർഡ് തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി റെയ്ഹാൻ, എന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ കരയും. അപ്പൊ അമ്മൂമ്മ എന്നോട് പറയായിരുന്നു, തൊട്ടടുത്ത വീട്ടിലൊരു മരം ഉണ്ടായിരുന്നു, അതിലൊരു കിളി കൂട് വെച്ചിട്ടുണ്ടായിരുന്നു, മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു, കുഞ്ഞു കിളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ റെയ്ഹാൻ എപ്പോഴും അത് കാണാനായിട്ടും ഭയങ്കര ഇഷ്ടമാണ്, അതിന് നോക്കാനൊക്കെ പോകാനായിട്ട് ഇഷ്ടമായിരുന്നു. പക്ഷെ അവര് ആ മരം വെട്ടി, കിളികൾ പറന്നുപോയി, മരം വെട്ടി. അപ്പോ അതവന് ഭയങ്കര വിഷമം ഉണ്ടായി. അവൻ എന്നോട് പറഞ്ഞ കാര്യം, നമുക്ക് വീടുണ്ടല്ലോ, കിളികളുടെ വീടല്ലേ മരം എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ ആ മരം വെട്ടാൻ പാടില്ല, അവരുടെ വീടല്ലേ അതെന്നുള്ളത്. വളരെ ഒരു വലിയൊരു ലെസണാണ് കുട്ടി പറഞ്ഞു തന്നത്. അപ്പൊ അതുകൊണ്ട് കൊച്ചുകുട്ടിയാണ്, മുതിർന്നവരും പറയുന്നതാണ് ശരി, അവര് പറയുന്ന അനുസരിക്കണം, കാരണവന്മാര് പറയുന്ന അനുസരിക്കണം,
അങ്ങനെ ഒരു ഇത് നമ്മൾക്ക് ചെറുപ്പം തുടങ്ങിയേ നമ്മുടെ തലയിൽ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല. അവരെ ചോദ്യം ചെയ്യണം എന്നല്ല പറയുന്നത്, വാട്ട് ഇസ് റൈറ്റ്, വാട്ട് ഇസ് റോങ് എന്നുള്ളത് ചെറുപ്പത്തിലെ തന്നെ കുട്ടികൾ മനസ്സിലാക്കുകയും ചെയ്യും. അവരത് ജസ്റ്റിസ് അതിന് അവർ വളരെ പ്രാധാന്യം കൊടുക്കും. അല്ലെങ്കിൽ അങ്ങനെ അല്ലാതെ അടിച്ചമർത്തപ്പെട്ട് വളരുന്ന കുട്ടികൾ പലപ്പോഴും പല പ്രശ്നങ്ങളിലേക്കായിരിക്കും പോകുന്നത്. അവർക്ക് ഡിസിഷൻ മേക്കിംഗ് പ്രശ്നമായിരിക്കും. അവര് ഒരു അവരുടെ നേരെ ഒരു അനീതി വന്നാലും വേറൊരാളുടെ നേരെ കണ്ടാലും അവരൊന്നിനും പ്രതികരിക്കാത്ത ഒരു ജനറേഷൻ ആയി പോകും. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ, സെഡ് ജനറേഷൻ എന്ന് പറയുന്നത് അവര് എന്തും ചോദിക്കും, അവർക്ക് എന്തിനും പ്രൂഫ് വേണം. അത് നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ പറ്റി നമുക്ക് വലിയ പേടിയൊന്നും വേണ്ട. അവരെ സംബന്ധിച്ച് അവർക്ക് പ്രൂഫ് വേണം. പ്രൂഫ് ഇല്ലാതെ ഒരു കാര്യവും അവർ വിശ്വസിക്കില്ല. ഇത് ഞാനൊരു 20 years ആയിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഓരോ വർഷവും ക്ലാസ് എടുക്കാനായിട്ട് പോകുമ്പോൾ ഓരോരോ ജനറേഷൻ വരുമ്പം ആ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആവുകയും ചെയ്യണം. നമ്മൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യാതെ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിന്റെ മുന്നിൽ ക്ലാസ് എടുക്കാൻ പോകാൻ പറ്റില്ല. കാരണം അവർക്ക് അത്രയ്ക്ക് ഡൗട്ട്സ് ആണ്. അവര് ഡൗട്ട്സ് എന്നല്ല, അവർക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടണം. ഞാനൊരു ഫാമിലി ലൈഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഒരു ട്രെയിനിങ് ആയിട്ട്, അതിന്റെ ട്രെയിനിങ് ഞങ്ങൾ അറ്റൻഡ് ചെയ്ത സമയത്ത് ഞങ്ങൾക്കൊരു പൈലറ്റ് പ്രോഗ്രാം പോലെ തൊട്ടടുത്ത ട്രിവാൻഡ്രത്തായിരുന്നു ആ ട്രെയിനിങ്ങിന്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു. സെക്കൻഡ് ഫേസിലെ ഞങ്ങളുടെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യവട്ടം ക്യാമ്പസിലെ കുട്ടികളുമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അവർക്ക് സെഷൻസ് കൊടുക്കുമായിരുന്നു. ഞങ്ങളുടെ ട്രെയിനിങ് പല സെഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുക്കുമായിരുന്നു. അപ്പൊ പലപ്പോഴും ഞങ്ങളുടെ ബാച്ചിലെ ചിലരുടെ ഭാഗത്തു നിന്നുള്ള അവര് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് ഗുഡ് ബാഡ്. ആ വേർഡ് അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കണ്ടുകൊണ്ട് ഒരു കുട്ടി തിരിച്ചു പറഞ്ഞു, അങ്ങനെ നല്ലത് ചീത്തത് എന്നൊന്നില്ല. നല്ല മനുഷ്യർ ചീത്ത മനുഷ്യർ അങ്ങനെയൊന്നുമില്ല. ഗുഡ് ഓർ ബാഡ് എന്നുള്ളതില്ല. അത് പറയരുത്, ആ വാക്ക് യൂസ് ചെയ്യരുത്. എവരിബഡി ഹാസ് സം ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്. അതിനനുസരിച്ചാണ് അവർ ഓരോ കാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഗുഡ് ബാഡ് എന്നും പറഞ്ഞിട്ട് ആളുകളെ കാറ്റഗറൈസ് ചെയ്യരുതെന്നാണ് കുട്ടികൾ പറഞ്ഞത്. അത് എനിക്ക് ഭയങ്കര ഒരു പോയിന്റ് ആയിട്ട് തോന്നി. അപ്പം ഞാൻ ഇതുവരെയും ഒരു ക്ലാസ്സിന് പോകുമ്പോൾ നല്ലത് ചീത്തത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല. അത് ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ഈ കുട്ടികളും ഇതും കൂടെ പറഞ്ഞപ്പോഴേക്കും എനിക്ക് അത് ശരിയാണ്, അവർ പറയുന്നത് കറക്റ്റ് തന്നെയാണെന്ന് തോന്നി. അവർ PG സ്റ്റുഡൻസ് ആയിരുന്നു. സോഷ്യോളജി, സോഷ്യൽ വർക്ക് അതിലൊക്കെ PG ഉള്ള കുട്ടികളായിരുന്നു. അപ്പൊ അങ്ങനെ പലതവണ അവര് റിപ്പീറ്റ് ചെയ്തു. നമ്മുടെ ഈ ഞങ്ങൾക്ക് ടോപ്പിക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഒരു ടോപ്പിക് ഒരാൾ, അടുത്ത ടോപ്പിക് ഒരാൾ, അപ്പൊ അങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ഗുഡ് ബാഡ് എന്നുള്ളത് പല ട്രെയിനീസിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നപ്പോഴേക്കും ആ കുട്ടികൾ ഭയങ്കരമായിട്ട് അതിനെ വിമർശിച്ചു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നി. അതുകൊണ്ട് നമുക്ക് കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് അവര് കുറച്ച് പ്രായമായതിനു ശേഷമല്ല, അവര് ജനിക്കുമ്പോഴേ ആ ഒരു പേഴ്സണാലിറ്റി, ആ സമയം തുടങ്ങി അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ഫിസിക്കൽ ഡിഫറൻസിനെ വെച്ചിട്ട് നമ്മുടെ ഐഡന്റിറ്റി ആളുകൾ പറയാറുണ്ടല്ലേ, നല്ല ചിരിന്നോ, നല്ല പല്ലെന്നോ, നല്ല കണ്ണെന്നോ, നല്ല മൂക്കെന്നോ, നല്ല മുടി എന്നൊക്കെ പറയില്ലേ. അതുപോലെ തന്നെ മെന്റൽ ഡെവലപ്മെന്റിന്റെ ചില ഫാക്ടേഴ്സും ഉണ്ട്. ആ ഒരു ഇത് പേഴ്സണാലിറ്റിയെ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം സെൽഫ് കൺസ്ട്രക്ഷന്റെ, അതായത് സെൽഫ് ബിൽഡ് ആവുന്നതിന്റെ 2 ടൂൾസ് ആണ് സെൻസിറ്റീവ് പീരീഡും അബ്സോർബന്റ് മൈൻഡും. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ബർത്ത് തുടങ്ങിയിട്ട് കുട്ടികൾക്ക് അബ്സോർബന്റ് മൈൻഡ് ആണ്. അതൊരു ഈവൻ ദോ ത്രൂ ഔട്ട് ലൈഫിൽ അത് തന്നെയാണ്. പക്ഷെ ഒരു 3 years ഒക്കെ കഴിയുമ്പോൾ ഈ അബ്സോർബന്റ് മൈൻഡ് അതേ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ, പക്ഷെ അത് കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പായി വേറെ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് മാറുന്നു. മൈൻഡിന്റെ ഡെവലപ്മെന്റിന്റെ ഒരു പ്രോഗ്രസ് തന്നെയാണ് അത് കാണിക്കുന്നത്. എന്തും വിശ്വസിക്കുന്ന ആ ഒരു മനസ്സ് മാറി എല്ലാത്തിനും പ്രൂഫ്, ക്ലാരിഫിക്കേഷൻ അത് തേടുന്ന ഒരു മനസ്സായിട്ട് മാറും. ഓക്കെ, ആരാ ഒന്ന് റീഡ് ചെയ്യുക? ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫും റീഡ് ചെയ്യണം. സെൻസിറ്റീവ് പീരീഡിലൊരു നല്ലൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഒരു മെറ്റമോർഫിസിസ്, ബട്ടർഫ്ലൈയുടെ ഒരു മെറ്റമോർഫിസിസ് പറയുന്നുണ്ട്. അത് അങ്ങൂടെ ആരെങ്കിലും വായിക്കണേ. സെൻസിറ്റീവ് പീരീഡ്. യെസ് പ്ലീസ്. Self-construction. The child often works towards completion or perfection. This motivation is exactly driven by the child's needs to connect with his words and find out who he is and what he is made of. The more the child engages in activities, the more he develops and understands himself. The sensitive period and absorbent mind are the 2 internal factors which helps in the progress of the spiritual embryo for his self-construction.
the sensitive period. It was a Dutch biologist Hugo de Vries who first noticed the sensitive period is an insect. De Vries disclosed that the female butterfly naturally lays her eggs in a protected spot at the angle formed by the branch on the trunk of the tree where it is safe and protected. When hatched, the caterpillars can eat only the tenderest leaves, which are at the top end of the branch. De Vries discovered the caterpillars are sensitive towards light. Light attract it, which causes them to crowd up to the end of the branch, and it finds the food to satisfy its hunger as the usefulness of the sensitivity passes. New sensitivity which occur to help the caterpillar in search of other experiences for its living. Thanks. Please continue. Dr. Maria Montessori was convinced that similar characteristics were also found in children. She said children pass through definite periods in which they reveal cyclic aptitude and possibilities which afterwards disappear. That is why at a particular epoch of their life, they reveal an intense and extraordinary interest in certain objects and exercise, which one might look for in vain at a later age. During such a period, the child is endowed with a special sensibility which urges him to focus his attention on certain aspects of his environment to the exclusion of others. Such attention is not the result of mere curiosity, it is more like burning passion, and emotional first rises from the depths of the unconscious and sets the motion a marvelous creative activity in contact with the outside world, thus buildings up consciousness. Sensitive periods are blocks of time in the child's life when he is absorbed with one characteristics of the environment to the exclusion of all others. This sensitivity towards certain stimuli lasts until a necessary need is fulfilled. The sensitive period defines the child's following in gaining knowledge of his surroundings. Thank you, ma'am. Okay, so self constructionന്റെ ഫസ്റ്റ് ടൂള് സെൻസിറ്റീവ് പീരീഡ്. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, നമ്മൾ ചെറുപ്പം തുടങ്ങിയേ നമ്മൾ വളരെ ക്യൂരിയസ് ആയിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ഒന്നാണ്, പഠിക്കാനും ഉണ്ടായിരുന്നു നമുക്ക്, ബട്ടർഫ്ലൈയുടെ ആ ഒരു മെറ്റാമോർഫോസിസ്, രൂപപരിണാമം അല്ലെ, ബട്ടർഫ്ലൈയുടെ രൂപപരിണാമ സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തിൽ കേട്ടിട്ടുണ്ട്. മെറ്റാമോർഫോസിസ് അല്ലെ, ബട്ടർഫ്ലൈ എങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ വിങ്സ് ഉള്ള ബട്ടർഫ്ലൈ ആയിട്ട് പറന്നു പോകും, പൂക്കളിൽ നിന്നും പൂക്കളിലേക്ക് പോകുന്നു, ചെടികളിൽ നിന്നും ചെടികളിലേക്ക് പോകുന്നു. നമ്മൾ ക്യൂരിയസ് ആണ്. ഇത്രയും നാള് ഒരു പ്യൂപ്പ അവസ്ഥയിൽ ഉറങ്ങിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ പെട്ടെന്ന് അത് പൊട്ടിച്ച് പുറത്തേക്ക് ഒരു ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ആയി എങ്ങനെ വന്നു എന്ന ചെറുപ്പത്തിൽ ക്യൂരിയസ് ആകാതിരുന്ന ആരും ഉണ്ടാവും തോന്നുന്നില്ല. അങ്ങനെയുള്ളത് പ്യൂപ്പ നമ്മളുടെ ചെടികളിൽ ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടന്നിട്ടുണ്ടാവും, കണ്ടിട്ടുള്ളതിനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. ഡച്ച് ബയോളജിസ്റ്റ് ഹ്യൂജോ ഡി വ്രിസ് അദ്ദേഹം ഇത് സെൻസിറ്റീവ് പീരീഡ്, ഇൻസെക്ട് സെൻസിറ്റീവ് പീരീഡ് നോട്ടീസ് ചെയ്തപ്പോൾ അദ്ദേഹം ചില ഒബ്സർവേഷൻസ് പറഞ്ഞതാണ്. ശരിക്കും ഒരു ബട്ടർഫ്ലൈ വന്ന് മുട്ടയിടുന്നു അല്ലെ, ആ ഒരു ലാർവ ആ മുട്ടയിടുന്നു, മുട്ട വിരിഞ്ഞുണ്ടാകുന്നു. ഈ ബട്ടർഫ്ലൈ മുട്ടയിടുന്നത് നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള ബ്രാഞ്ചിലായിരിക്കും മുട്ടയിടുന്നത്. ഈ മുട്ടയിട്ടുണ്ടാകുന്ന ആ ഒരു പുഴുക്കുഞ്ഞുങ്ങൾ, ഇതിൽ വേറെയും പല പല വേർഷൻസ് ഉണ്ട് കേട്ടോ. കാരണം അങ്ങനെ ആ ഒരു ബട്ടർഫ്ലൈയുടെ രീതിയിൽ ആ ഒരു തീമില് വർക്ക് ചെയ്യുന്ന വലിയൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഞാൻ അതിന്റെ ഒരു ഭാഗമാണ്. അപ്പോ അതിനുണ്ട് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. കാരണം ശരിക്കും ഇവിടെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ പുഴു ഒരു പൂമ്പാറ്റയായി മാറുന്നു. അതാണ് നമ്മൾ ബട്ടർഫ്ലൈയുടെ മെറ്റമോർഫോസിസിൽ കാണുന്നത് അല്ലെ. അപ്പൊ ഒരു മനുഷ്യനും ഒരു
ബ്യൂട്ടിഫുൾ വിങ്സോട് കൂടിയുള്ള ബട്ടർഫ്ലൈ ആയിട്ട് ഉയർന്ന് പറക്കണം എന്നുള്ള രീതിയിൽ, അതായത് നമ്മുടെ ഉള്ളിലുള്ള പുഴുപ്രവണതകളെ മാറ്റിയിട്ട് നമ്മളൊരു ബട്ടർഫ്ലൈ ആയിട്ട് മാറുകയാണ്, ഒരു പൂമ്പാറ്റയായിട്ട് മാറുകയാണ്. ഇവിടെ പുഴുക്കുത്ത് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചില നെഗറ്റീവ്സ് അല്ലെ, നമ്മൾ ചിലപ്പോൾ വളരെ ഒന്നിലും പ്രതികരിക്കാതെ അല്ലെങ്കിൽ എന്തിലേക്കെങ്കിലും ഉൾവലിഞ്ഞ് മുന്നോട്ട് വരാതെ നമ്മുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാതെ നമ്മൾ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ വിത്ഡ്രോ ചെയ്ത് നമ്മൾ ജീവിക്കുന്നുണ്ടാവും. അതെല്ലാം മാറ്റി നമ്മൾ അതിൽ ആ ഒരു പ്യൂപ്പാവസ്ഥയിൽ നിന്നും പുറത്തേക്ക് വരുന്നു. അതാണ് ശരിക്കും ആ ഒരു ബട്ടർഫ്ലൈ ഫൗണ്ടേഷന്റെ ഒരു തീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇൻസെക്ട്സിലെ ഈ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പുഴു ഇതുണ്ടാവുന്ന പുഴു എന്ന് പറയുന്നത് അതൊന്ന് നല്ല വിശപ്പായിരിക്കും. അപ്പൊ അത് ഫുഡ് നോക്കിയിട്ട് അപ്പൊ അതിനനുസരിച്ചാണ് ബട്ടർഫ്ലൈ മുട്ടയിടുന്നതെന്നാണ് പറയുന്നത്. അത് വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ലാവിഷായിട്ട് ഭക്ഷണം കിട്ടണം, ടെൻഡർ ലീവ്സ് കിട്ടണം എന്നുള്ള കാര്യം കൊണ്ട് ഏറ്റവും മുകളിലുള്ള ബ്രാഞ്ചിലായിരിക്കും ബട്ടർഫ്ലൈ മിക്കവാറും ഈ മുട്ടയിടുന്നത്. അപ്പൊ അത് അതിന്റെ വിശപ്പ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഭക്ഷണം അന്വേഷിച്ച് ആ ബ്രാഞ്ചിന്റെ ഏറ്റവും ടോപ്പിലേക്ക് പോകുന്നതാണ് പറയുന്നത്. അപ്പൊ സൺലൈറ്റും സെൻസിറ്റീവ് ആണ് ഈ ഒരു പുഴു എന്ന് പറയുന്നത് ഒരു ബോബ്. അങ്ങനെ കുറെ ആവശ്യത്തിനുള്ള വിശപ്പ് മാറാനുള്ളതെല്ലാം കഴിച്ച് പിന്നെ അത് ഉറങ്ങാനായിട്ട് പോവാണ്, പ്യൂപ്പാവസ്ഥയിലേക്ക് പോകുന്നു. ഈ സൺലൈറ്റ് ദിവസവും കിട്ടുന്നു, അതിന് സെൻസിറ്റീവ് ആണ്. അപ്പൊ പ്യൂപ്പയ്ക്ക് ഉള്ളിലുള്ള ആ ഒരു പുഴു അതിനകം തന്നെ അതിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് മാറി ഒരു പൂമ്പാറ്റയാകാനുള്ള എല്ലാ പ്രോസസ്സും അതിനകത്ത് നടക്കുന്നുണ്ടായിരിക്കും. ഇനി ബൈ മിസ്റ്റേക്ക് നാച്ചുറലി അല്ലാതെ ഈ പ്യൂപ്പ പൊട്ടി പുറത്തേക്ക് വരുന്നത് പലപ്പോഴും ഡീഫോർമേഷൻ സംഭവിച്ച ബട്ടർഫ്ലൈ ആയിരിക്കും. അത് അധികകാലം ജീവിച്ചിരിക്കുന്നു വരില്ല. ചിലപ്പോൾ ഒരു ചിറകെ ആയിട്ടുണ്ടാവുള്ളൂ, മറ്റേ ചിറക് ആയിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പൊ അങ്ങനെ നാച്ചുറലി പ്യൂപ്പ പൊട്ടി പുറത്ത് വരാതെ ആണ് ആരെങ്കിലും അതൊന്ന് പൊട്ടിക്കുവാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ബട്ടർഫ്ലൈക്ക് ഡീഫോർമേഷൻ, അതായത് ഒരു ഫോഴ്സ്ഫുള്ളി എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ആ ബട്ടർഫ്ലൈ ഒരു ഡീഫോർമേഷൻ സംഭവിച്ച അധികം ജീവനില്ലാത്ത ഒരു സാധനമായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യവും. അവർക്കെല്ലാം നാച്ചുറലി വരുമ്പോഴാണ് അവരുടെ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആവുള്ളൂ. നാച്ചുറൽ ആവാതെ ഫോഴ്സ്ഫുള്ളി എന്തെങ്കിലും ആണെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് അത് കംപ്ലീറ്റ് ആവില്ല. ഒരു കാര്യം കുട്ടി തന്നെ ചെയ്യാൻ പ്രാപ്തനാണെങ്കിൽ അവൻ അത് തന്നെ ചെയ്യട്ടെ, എത്ര ടൈം എടുത്താലും. അത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. മറിയ മോണ്ടിസോറി ഇതിനെ കുട്ടികളുടെ ആ ഒരു ചേഞ്ചസ് ഡെവലപ്മെന്റുമായിട്ട് കണക്ട് ചെയ്തു. കുട്ടികൾ പല പീരീഡിലൂടെയും കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു. അവർക്ക് എപ്പോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നാണ് പീരീഡ് അതാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ ലൈഫിൽ പല പർട്ടിക്കുലർ പീരീഡുകളുണ്ട്. ചില പീരീഡിൽ അവരുടെ ഡെവലപ്മെന്റ് വളരെ പ്രോഗ്രസ് ആയിരിക്കും, ചില പീരീഡിൽ അതങ്ങ് സബ്മിസീവ് ആയിരിക്കും. അങ്ങനെ പല പല മാറ്റങ്ങൾ അവരിൽ ഉണ്ടാകുന്നുണ്ട്. മെന്റൽ ഡെവലപ്മെന്റ് പല രീതിയിൽ പല മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു പീരീഡില് പല ഇതുമായിട്ട് സെൻസിറ്റീവ് ആയിരിക്കും കുട്ടി പലപ്പോഴും അവന്റെ എൻവിയോൺമെന്റുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആകും. കുട്ടികളെ പുറത്തു പോയി കളിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത് നമുക്ക് ഈ വെക്കേഷൻ സമയത്ത് ശ്രദ്ധിച്ചാൽ അറിയാം. അവർക്ക് പുറത്തു പോയി കളിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു സ്ക്രീനിൽ നോക്കിയിരിക്കില്ല. അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് പുറത്ത് കളിക്കുന്നതിന് തന്നെയായിരിക്കും. സെൻസിറ്റീവ് പീരീഡ് ഒരു കുട്ടിയുടെ ലൈഫിലെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് തന്നെ പറയാം. ആ ഒരു ലൈഫിലെ ബ്ലോക്സ് തന്നെയാണ്. ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ അവർ അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ പല കാര്യങ്ങളും അവരുടെ പല ഇതും ട്രിഗർ ചെയ്യപ്പെടും. അവരുടെ നീഡ്സിനനുസരിച്ച് പലതും ട്രിഗർ ചെയ്യപ്പെടുന്നു. മറിയ മോണ്ടിസോറി ഈ ഒരു സെൻസിറ്റീവ് പീരീഡിനെ അവരുടെ ഡെവലപ്മെന്റിനനുസരിച്ച് ആ സെൻസിറ്റീവ് പീരീഡിനെ 6 ഡിവൈഡ് ചെയ്ത് പറയുന്നുണ്ട്. 6 സെൻസിറ്റീവ് പീരീഡ്സ് എന്ന് പറയുന്നുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് പ്രിപ്പയർ ചെയ്തിട്ട് വരാൻ പറഞ്ഞത്. ആരെങ്കിലും പ്രിപ്പയർ ആണോ? ഈവൻ 6 സെൻസിറ്റീവ് പീരീഡ് ഞാൻ 6 പേരോടായിട്ട് അത് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈറ്റ് മെസ്സേജ് ആയിരുന്നു കാണും എന്റെ ഭാഗത്തു നിന്ന് വന്നത്. സോ വെരി സോറി ഫോർ ദാറ്റ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോ 6 സെൻസിറ്റീവ് പീരീഡ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ സെൻസിറ്റീവ് ടു ഓർഡർ. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. സെൻസിറ്റീവ് ടു ഓർഡർ എന്ന് പറയുമ്പോൾ അതായത് അവർക്ക് അവരുടേതായ ഒരു ഓർഡർ ഉണ്ടാവും, ഒരു സിസ്റ്റമാറ്റിക് ഓർഡർ. അപ്പൊ നമുക്ക് ആസ് ആൻ അഡൽട്ട് നമുക്ക് നമ്മളുടേതായ ഓർഡർ ഉണ്ടാവും. നമ്മൾ വീട്ടിൽ സാധനങ്ങൾ എടുത്ത് വെക്കുന്നതിന്റെ ഓരോന്നും ഓരോ ഭാഗത്ത് വെക്കുന്നതിന്റെ ഒക്കെ ആയിട്ട് ഓർഡർ ഉണ്ടാവും. ഇപ്പൊ പൊതുവെ കിച്ചണില്, ബെഡ്റൂമില്,
വാർഡ്രോബില്, അങ്ങനെ പല രീതിയിലും പല സാധനങ്ങളും നമ്മൾ വയ്ക്കുന്നതിന് ഒരു ഓർഡർ ഉണ്ടാവും. കുഞ്ഞുങ്ങൾക്കും അവർക്ക് ഓരോരോ ഓർഡർ ഉണ്ട്. ഈവൻ അവർ ദിവസവും കാണുന്നതിനെയും അവരൊരു ഓർഡർ ആയിട്ട് വെക്കുന്നുണ്ടാവും. അവർ കാണുന്നത് ഓരോ സാധനവും എന്തിനുള്ളതാണെന്നൊക്കെ അവരുടെ മനസ്സിൽ ഓരോരോ ഓർഡർ ഉണ്ടാവും. പിന്നെ അവരവരുടെ 5 സെൻസസ് യൂസ് ചെയ്തിട്ടുള്ള അവരുടെ ലേണിംഗ്, അതിന്റെ ഒരു പീരീഡും കൂടിയാണ്. 5 സെൻസസ് യൂസ് സെൻസിറ്റീവ് ആണ് അവർ പലപ്പോഴും. ആ 5 സെൻസസ് യൂസ് ചെയ്തു സോഷ്യലൈസ് ചെയ്യുന്നു. സെൻസിറ്റിവിറ്റി ഫോർ സോഷ്യൽ ഇൻട്രസ്റ്റ്. ഒരു ഏജ് കഴിയുമ്പോഴേക്കും അവരുടെ സോഷ്യൽ സ്മൈലൊക്കെ തുടങ്ങും. അവര് പീർ ഗ്രൂപ്പുമായിട്ട് കൂട്ടുകൂടാനും അങ്ങനെ ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ അവർ ഭയങ്കര ഇഷ്ടപ്പെടും. ഒരു ഗ്രൂപ്പ് ഗെയിംസ് അങ്ങനെ അവരുമായിട്ടൊക്കെ ഒരുമിച്ച് കളിക്കാനും ഷെയർ ചെയ്യാനും ഒക്കെ വരുന്ന ആ ഒരു കാര്യം. പിന്നെ ലാംഗ്വേജ് കേൾക്കുന്നതെല്ലാം അവർ ശ്രദ്ധിക്കും. അവരത് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് നോക്കും. മോക്ക് ചെയ്യാനായിട്ട് നോക്കും, ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും. പിന്നെ സെൻസിറ്റിവിറ്റി ഫോർ വാക്കിംഗ്, അവർക്ക് അവരുടെ ആ ഒരു ബോഡി കൺട്രോൾ, ബോഡി ബാലൻസ്, അതിലേക്കുള്ള ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ അവർ നടക്കാനായിട്ട് തുടങ്ങുന്നത്. പിന്നെ ചെറിയ കാര്യങ്ങളോടുള്ള ഭയങ്കര അട്രാക്ഷൻ. നമുക്കറിയാം വീട്ടില് ഫ്ലോറിൽ എന്തെങ്കിലും വീണാൽ നമ്മുടെ കണ്ണിൽ പെടില്ല, പക്ഷെ അവരത് ഇറക്കിക്കൊണ്ടുവരും. അങ്ങനെയാണ്. സ്മോൾ മൈന്യൂട്ട് ആയിട്ടുള്ള ഒബ്ജക്ട്സിനോട് അവർക്ക് ഭയങ്കര ഒരു സെൻസിറ്റീവ് ആയിരിക്കും. അത് ചില ഇൻസെക്ട്സിനെ കാണുമ്പോൾ, ചെറിയ കിളികളെ കാണുമ്പോൾ, ഉറുമ്പിനെ കാണുമ്പോൾ, അങ്ങനെ അങ്ങനെ കുട്ടികൾക്ക് അറിയില്ല ഇത് അതുകൊണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടാവും എന്നുള്ളതൊന്നും അറിയൊന്നുമില്ല. അവര് ചിലപ്പോൾ അതിനെയൊക്കെ കട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറക്കിട്ട് വരും. ഫസ്റ്റ് വൺ, ദ പീരിയഡ് ഓഫ് സെൻസിറ്റീവ് ടു ഓർഡർ. അതാണ് ഫസ്റ്റ് വൺ. ആരെങ്കിലും റെഡി ആണെങ്കിൽ പറയൂ, അല്ലെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കുക. സോ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതൊരു ചെറിയൊരു കഥ പോലെയാണ് മറിയാം മോണ്ടിസോറി പറയുന്നത്. അവര് നേരിട്ട് കണ്ട ഒരു എക്സ്പീരിയൻസസ്. അവര് കുട്ടികളെ ഒബ്സർവ് ചെയ്യുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൽ നിന്നാണ് അവർ പലതും അനലൈസ് ചെയ്യുന്നതും റിസർച്ച് ചെയ്യുന്നതും കുട്ടികളുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നതും. അങ്ങനെ അത് അവര് കോൺട്രിബ്യൂഷൻസ് ആയിട്ട് പല ബുക്കുകളിലൂടെയും അതുപോലെ തന്നെ ചില മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്യുന്നതിലും അത് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മറിയാം മോണ്ടിസോറി. അപ്പോ അതിനകത്ത് മറിയാം മോണ്ടിസോറിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് സെൻസിറ്റീവ് ടു ഓർഡർ പറയുന്നത്. സോ ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? യെസ് പ്ലീസ്. The period of sensitivity to order. This sensitiveness arrives in the child's first year and continues through the second year. The child shows the need for order in several ways. He shows a positive way in seeing common things, children's insistence on putting things back in their place, crying or throwing tantrums to unfamiliar places or people. She cited an example. I found myself one day with a group of people going through Nero's grotto at Naples. With us was a young mother with a child about 1.5 years old, too small to be able to walk the whole length of the way. In fact, after some time, the child grew tired and his mother picked him up, but she had overestimated her power. She was hot and stopped to take off her coat, to carry it on her arm and louder. His mother strove in vain to quiet him. She was evidently tired out and began to grow cross. Indeed, the noise was getting on the nerves of all, and naturally others offered to carry him. He was passed from arm to arm, struggling and screaming, and everyone talked to him and scolded him, but he only grew worse. I thought of the puzzles of infancy, of how reactions must always have a cause, and going up to the mother, I said, "Will you allow me to help put on your coat?" She looked at me in astonishment, for she was still hot, but in her confusion she consented and allowed me to help her with it. At once the baby quieted down. His tears and struggles stopped, and he said, "Mama, coat on." It was as if he wanted to say, "Yes, Mama, a coat is meant to be worn." As he thought of it at last. "You have understood me." And stretching out his arms to his mother, he came back to her all smiles. The excursion ended in a complete calmness. A coat is meant to be worn and not to hang like a rag over one's arm, and this disorder in his mother's personality had affected the child as a jarring disturbance.
ഓക്കെ, സോ സെൻസിറ്റീവ് ടു ഓർഡർ, കുട്ടികളിൽ ഉണ്ടാവുന്ന ആ ഓർഡർ. അതിന് മറിയ മോണ്ടിസോറിയുടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇറ്റലിയിലെ ഒരു ബീച്ച്, അതാണ് നേപ്പിൾസ് എന്നുള്ള പറഞ്ഞിട്ടില്ലേ, നെറോസ് ഗ്രോട്ടോ അറ്റ് നേപ്പിൾസ്. അത് ഇറ്റലിയിലെ ഒരു ബീച്ചാണ്. ബീച്ച് നമുക്കറിയാം പൊതുവെ കുറച്ച് സാൻഡി ആയിട്ടുള്ള ഒരു ഏരിയയും പിന്നെ അതുപോലെ തന്നെ ഹോട്ട് ആയിട്ട് ഒരു ചൂടും ഒക്കെ ഫീൽ ചെയ്യും. അപ്പൊ അവിടെ ഒരു ഗ്രൂപ്പ്, ഒരു ഫാമിലി ഇങ്ങനെ ഒരു എക്സ്കർഷൻ പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു യങ് മദർ ഉണ്ടായിരുന്നു, ഒരു കുട്ടി, ഒരു 1.5 years ഓൾഡ്, 1.5 വയസ്സുള്ള ഒരു കുട്ടി. 1.5 വയസ്സ് പറയുമ്പോൾ ഡെവലപ്മെന്റ് ഇങ്ങനെ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ, വളരെ സ്മോൾ ആണ്. 1.5 വയസ്സ് പറയുമ്പോഴേക്കും അവരെ നടക്കാനൊക്കെ തുടങ്ങി. പക്ഷെ എന്നാലും കുറെ കഴിയുമ്പോൾ എടുക്കുക എന്നുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്ന ഒരു ഏജും കൂടിയായിരിക്കും. പിന്നെ ചെറിയ കുട്ടിയാണ്, ആ വഴി മുഴുവൻ നടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ കുട്ടി അങ്ങ് ടയേർഡായി. അപ്പൊ അമ്മ കുട്ടിയെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ അമ്മ എന്ത് ചെയ്തു, ചൂട് കാരണം അമ്മ ഒരു കോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, കോട്ട് എടുത്ത് ഊരി അവരത് കയ്യിൽ ഇങ്ങനെ തൂക്കി ഇട്ടു. കുട്ടി വാശി പിടിച്ച് കരയാൻ തുടങ്ങി. കാരണം കുട്ടിക്ക് കൺവേ ചെയ്യാനുള്ള ആ ഒരു ഏജുമായിട്ടില്ലല്ലോ, 1.5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. വാശി പിടിച്ച് കരയാൻ തുടങ്ങി. അപ്പൊ അതാകെ മൊത്തം ഗ്രൂപ്പിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്തു. അപ്പം ഓരോരുത്തരും കുട്ടിയെ മാറി മാറി എടുത്തു. എന്നിട്ടൊന്നും കുട്ടിയുടെ കരച്ചിൽ മാറിയില്ല. അപ്പൊ മോണ്ടിസോറി ഇതെല്ലാം ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവര് വന്നിട്ട് ഈ അമ്മയോട്, ഈ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞു, കോട്ടിടാൻ നിങ്ങളെ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അവരിങ്ങനെ അന്തം വിട്ട് മോണ്ടിസോറിയെ നോക്കുവാണ്. എന്തോ എനിവേ മോണ്ടിസോറി അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അവര് സമ്മതിച്ചു. അങ്ങനെ കോട്ട് അവരിട്ടു. കോട്ടിട്ട് കഴിഞ്ഞപ്പോഴേക്കും കുട്ടി ആകെ ഭയങ്കര ഹാപ്പി ആയി. അവന് ആ ഡിസ്റ്റർബൻസ് ഒക്കെ പോയി. അപ്പൊ അവന് ഭയങ്കര അവന് പറ്റാവുന്ന ഒരു ഭാഷയില് മമ്മ കോട്ട് എന്നും പറഞ്ഞു. അതിന്റെ മീനിങ് കോട്ട് ഇസ് മെൻ ടു വോൺ. കോട്ട് എന്ന് പറയുന്നത് ഇടാനുള്ളതാണ്, ഇങ്ങനെ വെറുതെ കയ്യിൽ തൂക്കിയിടാനുള്ളതല്ല എന്നുള്ള രീതിയില് കുട്ടി. അപ്പൊ അതായിരുന്നു അവന്റെ ഓർഡർ. ഓരോ സാധനങ്ങളും എന്തിനാന്നുള്ള ഒരു ഓർഡർ അവൻ ഒബ്സർവ് ചെയ്ത് അവന്റെ ഉണ്ടായിരുന്നു. ആ ഒരു സെൻസിറ്റീവ് അവനുണ്ടായിരുന്നു. അത് അമ്മ പെട്ടെന്ന് അതങ്ങ് മാറ്റിയപ്പോ അത് അവനെ അഫക്ട് ചെയ്തു. അവനൊരു ജാറിങ് ഡിസ്റ്റർബൻസ്, ജാറിങ് എന്ന് പറഞ്ഞാൽ ഡിസ്കംഫേർട്ട്, ആ ഒരു രീതിയിലുള്ള ഡിസ്കംഫർട്ട് അവന് ഫീൽ ചെയ്തു. അല്ലാതെ അവൻ അസ്വസ്ഥനായി. അതാണ് അവൻ അത്രയും വാശി പിടിച്ചത്. ഓക്കെ, നെക്സ്റ്റ് 2 പാരഗ്രാഫ്, നെക്സ്റ്റ് 2 അല്ല 2, 3 അത് തീരുന്ന വരെ ഒന്ന് വായിക്കാൻ പോയെങ്കിലും. എല്ലാരും വെക്കേഷൻ മൂഡിലാണോ? ആർക്കും ഒരു താല്പര്യമില്ലാത്ത പോലെ. യെസ്, മെമ്പേഴ്സും കുറവാണല്ലോ. യെസ് പ്ലീസ്. ഓക്കെ, നോ പ്രോബ്ലം. Ma'am, now welcome. The child has a twofold sense of order. First is external, his relationship with the environment, and the second, the internal, is internal, and awareness of the different parts of his own body and their relative position. The child's need for order is based on the precise and the determined environment. In an environment where order exists, a child can categorize his perception and make sense of his world. In such an environment, he forms an inner conceptual plan with which to understand and deal with his world. The need for order is obvious in the child from about 1.5 years. During this period, the child manipulates his environment and moves object from one space to another. Order consists of the conscious, the place of each object in the relation to his environment. It is not objects in place that he is identifying through his sensitivity to order, but the relationship between object in the surroundings. Dr. Montessori said, inner sense with is a sense not of distinction between things, so that it the perceives an environment as a whole with interdependent parts. Only in such an environment, known as a whole, is it possible for the child to orient himself
and to act with purpose. Without it, he would have no basis on which to build his perception of relationship. The child's need for order is different from that on an adult. Order provides an adult with the certain amount of external pleasure, but for the child, he needs order in the environment because he is composing himself out of the element of the environment. Thank you, ma'am. Okay, so മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ ആണ് കുട്ടിക്ക് ടു ഫോൾഡ് സെൻസ് ഓഫ് ഓർഡർ ആണ്. വൺ ഇസ് ഇന്റേണൽ ആൻഡ് വൺ ഇസ് എക്സ്റ്റേണൽ. എക്സ്റ്റേണൽ മീൻസ് റിലേഷൻഷിപ്പ് വിത്ത് ദ എൻവയോൺമെന്റ്. സെക്കൻഡ് വൺ ഇന്റേണൽ ബിക്കോസ് സെൽഫ്, ആ ഒരു ബോഡിയെ കുറിച്ചുള്ള കുറെ ഒരു ധാരണ കുട്ടിക്ക് കിട്ടുന്നു. നമ്മള് ഒരു മന്ത്സ് ആവുമ്പോ തന്നെ കുഞ്ഞുങ്ങള് ബോഡി പാർട്സ് തൊട്ട് എന്താണ് എന്നുള്ളത് പറയുമല്ലോ, മുട്ടേതാ കണ്ണേതാന്നൊക്കെ ചോദിക്കുന്നത്, അങ്ങനെ പൊതുവെ ചെയ്യിക്കാറുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ആ റിലേറ്റീവ് പൊസിഷൻ അതെല്ലാം അവർ മനസ്സിലാക്കും. അപ്പൊ ആ ഒരു സെൻസിറ്റിവിറ്റി വരുന്ന ഒരു പ്രായം തന്നെയാണ് ഇത്. എൻവയോൺമെന്റിൽ ഓരോന്നും ഫോർ എക്സാമ്പിൾ വീട്ടിലുള്ള മെമ്പേഴ്സ് ഓരോരുത്തരും എന്തെല്ലാം ചെയ്യുന്നതെന്ന് കുട്ടി ദിവസം കാണുവാണ് അല്ലെ. ഇപ്പൊ കുട്ടിക്കൊരു മുതിർന്ന ഒരു ചേട്ടനോ ചേച്ചിയോ ഉണ്ടെങ്കിൽ അവര് സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ ഹി നോസ് ദാറ്റ് ദേ വിൽ ഗോ ഫോർ സ്കൂൾ. അത് അറിയാം. രാവിലെ പോകും, വൈകുന്നേരം ചിലപ്പോൾ നോക്കിയിരിക്കും. ആ ഒരു ടൈം ആവുമ്പോൾ അറിയാം വരുന്നത്. അല്ലെങ്കിൽ അവന്റെ പപ്പ രാവിലെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം സ്കൂട്ടറിലാണെങ്കിൽ സ്കൂട്ടറിന്റെ ശബ്ദം ദൂരെന്ന് കേൾക്കുമ്പോൾ ഹി നോസ് ദാറ്റ് യെസ് പപ്പ ഈസ് കമ്മിങ് എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ ഓരോന്നും ആ അതിനെ പറ്റിയുള്ള എൻവയോൺമെന്റിൽ നടക്കുന്ന പലതുമായിട്ട് കുട്ടി കണക്റ്റഡ് ആയിട്ട് വീട്ടിൽ വരുന്ന കാര്യങ്ങൾ, ഇപ്പൊ പൂച്ചയുണ്ടെങ്കിൽ അങ്ങനെ, ഒരു പട്ടിക്കുട്ടി ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാമായിട്ട് കുട്ടി കണക്റ്റഡ് ആവും, വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ അങ്ങനെ അവന്റെ മനസ്സിൽ ഓരോന്നിനും ഓരോ ഓർഡർ ഉണ്ടാവും. പിന്നെ നമുക്കറിയാം, നമ്മൾ ചില സാധനങ്ങൾ വെക്കുന്നത് കാണില്ല, അപ്പൊ അന്വേഷിച്ചെടുക്കുമ്പോൾ അവരത് എടുത്തുകൊണ്ട് വരും. അവരെ സംബന്ധിച്ച് അതിന്റെ ഓർഡർ വേറെ ആയിരിക്കും. ഒരു അഡൾട്ടിന്റെ ഓർഡർ ആയിരിക്കില്ല കുട്ടിക്കുള്ളത്. അത് സംബന്ധിച്ച് അതിരിക്കേണ്ട സ്ഥലം വേറെ ആയിരിക്കും. അങ്ങനെ ഒരു അഡൾട്ടിന്റെ ഓർഡർ അല്ല കുട്ടികളുള്ളത്. ആ ഒരു നീഡ് ഫോർ ഓർഡർ, ആ സെൻസിറ്റീവ് ടു ഓർഡർ അഡൾട്ടിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും ഒരു കുഞ്ഞിനെ സംബന്ധിച്ച്. ഓക്കെ, നെക്സ്റ്റ് സെൻസിറ്റീവ് ടു ലേണിംഗ് ത്രൂ ദർ 5 സെൻസസ്. 5 സെൻസസ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സെൻസിറ്റീവ്. ബിഫോർ ദാറ്റ് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ഞാൻ സെക്കൻഡ് സാറ്റർഡേ ആയിരിക്കും കോൺവെക്കേഷൻ എന്നായിരുന്നു പ്രതീക്ഷിച്ചത്. സോ നിങ്ങള് അതല്ല, 4th സാറ്റർഡേയിലേക്കൊക്കെ അത് മാറ്റിയിട്ടുണ്ട് നെക്സ്റ്റ് ബാച്ചിന്റെ, മീൻസ് 9th. അപ്പൊ നിങ്ങൾ ഈ സെക്കൻഡ് സാറ്റർഡേ റെഡി ആണോ ഫോർ കമ്മിങ് ഫോർ പ്രാക്ടിക്കൽസ്? അങ്ങനെയാണെങ്കിൽ വി ക്യാൻ പ്ലാൻ ലൈക്ക് ദാറ്റ്. നാളെ ഞാൻ എന്തായാലും ഓഫീസിൽ പോകുന്നുണ്ട്, അപ്പൊ ഞാനതൊന്ന് കൺഫർമേഷൻ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. സെക്കൻഡ് സാറ്റർഡേ ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ഇനഫ് ടൈം ഉണ്ട് ബുക്ക് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം. പിന്നെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞത് കാരണം ബുക്കിംഗ് വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഐ തിങ്ക്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യൂ. ഇന്ന് ഈവനിങ് തന്നെ ഒന്ന് പറയുവാണെങ്കിൽ എനിക്ക് നാളെ ഓഫീസിൽ പോകുമ്പോഴേക്കും നേരിട്ട് സംസാരിച്ച് അത് സെറ്റ് ചെയ്യായിരുന്നു. പിന്നെ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഓൺലൈൻ ആയിട്ടുള്ള ഡെമോ ക്ലാസ് വേണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു അതും കൂടെ ഒന്ന് എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഫൈൻ. മാം ലൈവ് ക്ലാസ്സിന്റെ മുന്നേ ഡെമോ ക്ലാസ് വെക്കൂല്ലേ? അങ്ങനെയാണ് കൊടുക്കാറ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും റിക്വസ്റ്റ് വീണ്ടും വന്നതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഒരു പ്രാക്ടിക്കൽ സെഷൻ നടന്നുമില്ലല്ലോ. അന്ന് കുറച്ച് പേരല്ലേ, 1-2 പേരൊക്കെ അല്ലേ വന്നുള്ളൂ. അപ്പോ സോ സെക്കൻഡ് സാറ്റർഡേക്ക് പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ജനുവരി സെക്കൻഡ് സാറ്റർഡേ തന്നെ. വീണ്ടും പോകണ്ട, കാരണം 12ന്റെ ഓൾറെഡി കഴിഞ്ഞു. ഇനി 13, 14 അങ്ങനെ ആ ഓർഡറിൽ പോവുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു. ജനുവരിയിലെ ഒരു നല്ലൊരു ഓപ്ഷൻ എനിക്ക് സെക്കൻഡ് സാറ്റർഡേ ആയിട്ട് തോന്നുന്നു. സെക്കൻഡ് സാറ്റർഡേ കോൺവെക്കേഷൻ കാണും എന്നുള്ളത് കൊണ്ടാണ് അന്ന് അങ്ങനെ പറഞ്ഞത്. പക്ഷെ അത് 4th സാറ്റർഡേയിലേക്ക് മാറ്റി. സോ ക്ലാസ്സിൽ കയറാത്ത കുറച്ച് പേരോടുണ്ടല്ലോ, അവരോടും കൂടി ചോദിച്ചിട്ട് പറയൂ. കാരണം വെച്ചാൽ ഞാനൊരു ജനുവരി 13 തുടങ്ങി 18 വരെ ഞാൻ ഉണ്ടാവില്ല. സോ എനിക്ക് അതിനു മുമ്പ് നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷൻ നടക്കുവാണെങ്കിൽ നന്നായിരുന്നു എനിക്ക് തോന്നുന്നു. പിന്നെ 18 കഴിഞ്ഞ് വന്നാലും പിന്നെ 4th സാറ്റർഡേ നിങ്ങൾ പറഞ്ഞൊരു സജഷൻ സെക്കൻഡ് സാറ്റർഡേ ഓർ 4th സാറ്റർഡേ എന്ന് പറഞ്ഞു. ബാങ്കിലെ ജോലിയുള്ളതും പിന്നെ രശ്മി ഉണ്ടല്ലോ അഡ്വക്കേറ്റ്,
സോ അവർക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് അതാണെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ നമ്മൾ നോക്കുമായിരുന്നു. പിന്നെ ഫെബ്രുവരിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് വേറെയും പല ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ വരും. സെക്കൻഡ് സാറ്റർഡേ ചിലപ്പോ ഫെബ്രുവരി സെക്കൻഡ് സാറ്റർഡേ കോൺവെക്കേഷന് ചാൻസ് ഉണ്ട്. എനിവേ പ്ലീസ് ലെറ്റ് മീ നോ. അന്നിങ്ങനെ ചോദിച്ചപ്പോ സെക്കൻഡ് സാറ്റർഡേ ഒക്കെ ഒരു ഇത് കൂടുതൽ പേര് ഓക്കെ പറഞ്ഞായിരുന്നു. ഇപ്പൊ കുറെ പേരൊക്കെ ഈ ട്രെയിനിങ് ഇന്റേൺഷിപ്പിനൊക്കെ പോയേക്കുന്നോണ്ട് ചോദിച്ചിട്ട് ഒന്നുകൂടെ കൺഫേം ചെയ്ത് പറയുന്നു സാർ. സെക്കൻഡ് സാറ്റർഡേ മിക്കവാറും സ്കൂളുകൾ അവധിയായിരിക്കുമല്ലോ. അവധിയായിരിക്കും. അപ്പൊ അന്ന് കുറെ പേര് പറഞ്ഞു സെക്കൻഡ് സാറ്റർഡേ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനുവരിയിൽ. ഓൾമോസ്റ്റ് എല്ലാവരും ഓക്കെ ഒക്കെ തന്നെയാ പറഞ്ഞേ. ഒന്നുകൂടെ ഒന്ന് കേറാത്തൊരു കുറെ പേരുണ്ടല്ലോ, ഇപ്പൊ 9 പേരല്ലേ ക്ലാസ്സിലുള്ളൂ. ഓർത്തപ്പോ വേഗം പറഞ്ഞതായിരുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് സെൻസിറ്റീവ് ടു ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസസ്. അവർ 5 സെൻസസ് യൂസ് ചെയ്തിട്ടുള്ള ലേണിംഗ് ഞാൻ പെട്ടെന്ന് ഓർക്കാൻ കാരണം നമ്മളുടെ ഏറ്റവും കൂടുതൽ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. സെൻസോറിയൽ എഡ്യൂക്കേഷൻ ആണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. സെൻസസുമായിട്ട് കണക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് മറിയ മോണ്ടിസോറി ഈ ഒരു കൂടുതൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതാരാ ഒന്ന് റീഡ് ചെയ്യാം. അവിടെ കുറച്ചേ ഉള്ളൂ. വേറെ ചെയ്തിട്ടുണ്ടെങ്കിൽ മീൻസ് റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ജസ്റ്റ് കണക്ട് ആൻഡ് റിലേറ്റ് പ്ലീസ്. Sensitive to learning through their 5 senses. The young child has a natural excitement to explore the environment. The child must have objects to explore in order to develop his neurological structures for observing and thinking. Montessori said the tongue which he uses for speaking and the hand which he explores for work and more intimately connected with his intelligence than any other part of the body. She refers to them as the instrument of man's intelligence. In order to develop his mind, a child must have objects in his environment which he can hear, see and manage with his hands. It is important to note that the child's actions are not due to the random choice but directed by the inner needs for development. Now the child's movements are not due to chance. He is making to necessary coordination for organized movement directed by his ego, which comes from within. Montessori placed particular attention upon the importance of training the child to make prejudice. Much of the didactic materials are concerned with the refinement of the sense. Through sensory education, children are helped to formulate and to categorize his sense of perception into an inner mental order. So, sensitive to learning through their 5 senses. 5 senses. We know that നമ്മളുടെ എല്ലാവരുടെയും ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഏതെങ്കിലും ഒരു സെൻസ് ഏറ്റവും കൂടുതൽ ഷാർപ്പായിരിക്കും. ചിലർക്കത് സ്മെല്ലായിരിക്കാം, ചിലർക്കത് ടച്ച് ആയിരിക്കാം, ചിലർക്കത് ഓഡിറ്ററി സെൻസ് ആയിരിക്കാം, ചിലർക്ക് ടേസ്റ്റ് ആയിരിക്കാം. അങ്ങനെ പല രീതിയിലും നമുക്ക് ആ ഒരു സെൻസ് ഷാർപ്പാണ്. ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഒരു സെൻസ് സ്മെൽ ആണ് അത് ഷാർപ്പായിട്ടുള്ള ഒരു സെൻസ് എന്ന് പറയുന്നത്. നമ്മൾക്കറിയാം ഡിഫോർമേഷൻ ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കും, എല്ലാ സെൻസസും ഉള്ളവരുണ്ടാവില്ല. ഏതെങ്കിലും ചിലപ്പോ അപ്പൊ കണ്ണ് കാണാത്തവര്, ദാറ്റ് മീൻസ് അവരുടെ ആ ഒരു വിഷ്വൽ സെൻസ് അതില്ല അല്ലെ. ബാക്കി ഇപ്പൊ അവരുടെ കേൾവി ചിലപ്പോ ഭയങ്കര ഷാർപ്പായിരിക്കും, ടച്ച് ഷാർപ്പായിരിക്കും. അപ്പൊ അവരവരുടെ മറ്റു സെൻസ് ഭയങ്കര ഷാർപ്പായിട്ട് അവർ വരും. എൻ്റെ ഒരു കസിൻ ബ്രദർ കീബോർഡ് പ്ലെയർ ആണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഈ ഒരു ബ്ലൈൻഡ് സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പോയി. അദ്ദേഹം പറയുവാണ്, നോർമൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ വളരെ കുറവ് സമയമേ എനിക്ക് എടുത്തുള്ളൂ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കും. കാരണം നോർമൽ ഉള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അവരുടെ 5 സെൻസസ് ഉണ്ട്, അവർ കാണുന്നുണ്ട്. ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ കാണുന്നില്ല, അപ്പൊ അവർ ഡിസ്ട്രാക്റ്റഡ് ആകുന്നില്ല. അവർ കൂടുതലും ടച്ച്, ആ കീബോർഡിൽ ടച്ച് ചെയ്യുന്നതും അവർ കേൾക്കുന്നതും ഭയങ്കരമായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതാണ് അവര് പെട്ടെന്ന് അവർ പഠിക്കും. ടൈം വളരെ കുറച്ചെടുത്തുള്ളൂ. ഇത് ചലഞ്ചിങ് ആണ് എന്ന് കരുതി പോയ അവിടെ ശരിക്കും ടൈം അവിടെ വളരെ കുറച്ചാണ് വേണ്ടി വന്നത് സാധാരണ കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ.
ആലുവയുള്ള ഒരു ബ്ലൈൻഡ് സ്കൂളിലായിരുന്നു ചേട്ടൻ പഠിപ്പിക്കാനായിട്ട് പോയത്. ഞാൻ അവരുടെ പെർഫോമൻസ് കാണാനായിട്ട് പോയിരുന്നു. ഇതൊന്നും അല്ലാത്തൊരു 16-17 ഇയേഴ്സ് ബാക്കുള്ള ഒരു കാര്യമായിരുന്നു. ഭയങ്കര നമുക്ക് ഭയങ്കര അതിശയം തോന്നും കണ്ണു കാണാതെ കുട്ടികൾ കീബോർഡ് വായിക്കുന്നതിനായിട്ട്. എന്ത് മനോഹരമായിട്ടാണ് അവർ വായിച്ചത്. ഓക്കെ. പിന്നെ ചില ആളുകൾ നമുക്കറിയാം, അവരെയും കൊണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോവുകയാണെങ്കിൽ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അവർക്ക് ഫാബ്രിക് തൊട്ട് നോക്കിയാൽ അറിയാം അത് സിൽക്ക് ആണോ, എന്തെങ്കിലും മിക്സ് ആണോ, അങ്ങനെ സിന്തറ്റിക് ആണോ, അങ്ങനത്തെ കാര്യങ്ങൾ അവർ നല്ലപോലെ ടച്ച് നോക്കി അത് പറയുന്നത് മിക്സ് ആണ്, ഇത് പ്യുവർ സിൽക്ക് അല്ല, ഇത് പ്യുവർ കോട്ടൺ അല്ല, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആ ഒരു ഓരോരുത്തർക്കും അവരവരുടെ ആ ഒരു സെൻസ് വളരെ ഷാർപ്പ് തന്നെയായിരിക്കും. നയൻതാരയുടെ ഒരു മൂവി തെലുങ്കോ കന്നഡയാണെന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ അതിന്റെ തമിഴ് ഡബ്ബാണ് ഞാൻ കണ്ടത്. പേര് ഞാൻ പറഞ്ഞു, അന്നപൂർണേശ്വരി അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അതൊരു ഷെഫാണ്. ബട്ട് ഒരു ചെറിയൊരു ആക്സിഡന്റിൽ അവർക്ക് അവരുടെ ടേസ്റ്റ് സെൻസ് പോവുകയാണ്. ഒരു ഷെഫിന് ടേസ്റ്റ് സെൻസ് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ടഫ് ആയിരിക്കും അല്ലേ അവരുടെ മുന്നോട്ടുള്ള ജീവിതം. ഷെഫിനല്ല, സാധാരണ ഒരാൾക്കാർക്ക് പോയാലും നമുക്ക് ടേസ്റ്റ് ഇല്ലാതെ ഭക്ഷണം കഴിക്കുക. കോവിഡ് സമയത്ത് പ്രശ്നം അതായിരുന്നു, ടേസ്റ്റ് സെൻസ് പോകും. എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കും ചോറ് പോലെ, പക്ഷെ ടേസ്റ്റ് അറിയുന്നില്ല എന്നുള്ളൊരു അവസ്ഥ അല്ലേ. അങ്ങനെ ആ മൂവിയിൽ അവരവരുടെ ടെക്സ്ചർ കണ്ടും സ്മെല്ലിലൂടെയും അവര് മനസ്സിലാക്കി അവര് കോമ്പറ്റീഷൻ വിൻ ചെയ്യുന്ന ഒരു ഇത് കാണിക്കുന്നുണ്ട്. മൂവി മേ ബി, ബട്ട് നമ്മൾ സെൻസസ് യൂസ് ചെയ്ത് ലേണിംഗ് ആ ഒരു പ്രോസസ്, അതിന്റെ സെൻസിറ്റിവിറ്റി അവർക്ക് വരുന്നുണ്ട്, കുട്ടികൾക്ക് വരുന്നുണ്ട്. ടങ്ക്, ഹാൻഡ്, ഈ രണ്ട് ബോഡിയിലെ പാർട്സിനെ കുറിച്ച് മറിയാം മോണ്ടിസോറി ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. രണ്ട് പാർട്സ് ആണ് ആ ഒരു കുട്ടി സെൽഫ് കൺസ്ട്രക്ഷൻ ആകുന്നതിന്റെ ഒരു ടൂൾസ് എന്ന് പറയുന്നത്. രണ്ട് പാർട്സ്, ബോഡിയുടെ പാർട്ട്. മാൻസ് ഇന്റലിജൻസിന്റെ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് പറയുന്നത് ടങ്ക് ആൻഡ് ഹാൻഡ്സ്. പലപ്പോഴും ഞാൻ എക്സാമിന് ചോദിക്കാറുണ്ട്. അക്കോർഡിംഗ് ടു മറിയ മോണ്ടിസോറി, ഡാഷ് ആൻഡ് ഡാഷ് ആർ ദ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മാൻസ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ടങ്ക് ആൻഡ് ഹാൻഡ്സ് ഇവരെപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുക. അതുകൊണ്ടാണ് അവർ ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് പലതും കുട്ടികൾക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന രീതിയിൽ അവരുടെ കയ്യിൽ തന്നെ എടുത്ത് അവർക്ക് ചെയ്യാനായിട്ട് പറ്റണം. അവരൊന്നും കണ്ടല്ല, അങ്ങനെ മാത്രമല്ല കയ്യിലെടുത്ത് അത് ഫീൽ ചെയ്ത് അങ്ങനെ മനസ്സിലാക്കും. പിന്നെ അതുപോലെ തന്നെ സ്പീക്കിംഗ്, അതിന് യൂസ് ചെയ്യുന്നത് ടങ്ക്. ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെയിലേക്ക് ഉള്ള ഒരു കാര്യം ഇത് തന്നെയാണ്, ആ ഒരു ടങ്ക്, ആ ഒരു മാർഗം. അപ്പൊ അങ്ങനെ മൈൻഡ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവൻ വളരുന്ന എൻവിയോൺമെന്റിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന പല കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. കേൾക്കുന്നു, കാണുന്നു, വട്ടവർ എത്തി പലതും കൈകൾ കൊണ്ട് മാനേജ് ചെയ്യുന്നു. കുട്ടിയുടെ ആക്ഷൻസ് പലപ്പോഴും ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നതാണ്. പലപ്പോഴും നമ്മൾ കുട്ടികളെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയില്ല ഭയങ്കര രസം, സമയം പോകുന്നത് അറിയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. അതെല്ലാം അവരുടെ ഡെവലപ്മെന്റിന്റെ പല പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ഒരു പ്രാക്ടിക്കൽ ആയിട്ട് അവർ കാര്യങ്ങൾ ചെയ്യുന്ന ഈ ഒരു ഡൈഡാക്ടിക് മെറ്റീരിയൽസ്, ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു മെറ്റീരിയൽസ് ആ കുട്ടിയുടെ സെൻസ് നല്ല പോലെ റിഫൈൻ ചെയ്യുന്നതിനുള്ളതാണ്. ആ ഒരു സെൻസ് സൗണ്ട് സിലിണ്ടേഴ്സും സ്മെല്ലിംഗ് സിലിണ്ടേഴ്സും തെർമിക് ബോട്ടിൽസ് എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ തെർമിക് ടാബ്ലറ്റ്സ് നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബോട്ടിൽസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ചിലതെല്ലാം നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ചെയ്യിക്കും അല്ലെ. കുറെ കൂടെ ആ സെൻസ് അവർ ഷാർപ്പായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ചെയ്യുന്നത്. കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ ചുറ്റുപാടും കാണുന്നു, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് പലപ്പോഴും ആ ഒരു ഡിസ്ട്രാക്ഷൻ സംഭവിക്കാം, അതിന് ചാൻസസ് ഉണ്ട്. കൂടുതൽ ആ ഒരു സെൻസസ് ഷാർപ്പനാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചില ആക്ടിവിറ്റീസ് നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ചെയ്യിക്കുന്നത്. നെക്സ്റ്റ്, സെൻസിറ്റിവിറ്റി ടു സ്മോൾ ഒബ്ജക്ട്സ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചോളൂ, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. Sensitivity to small objects. Children have the craving to pay attention to small objects from 2 years of age. A toddler of 4 people, when taking a stroll in a garden, will focus his attention on a ladybird, on army of ants, zigzag passage instead of looking at the breathtaking view of a sense. Sensitivity to small objects is an important development because it helps it helps widen the
child's observation and allows the child to concentrate his intellectual powers on a specific problem. Sensitivity to small details draws the child to the finest objects. When the child is drawn to small things, the sensitivity holds the child's attention there for an extended period, the ability to focus. ഓക്കെ, സെൻസിറ്റീവ് ടു സ്മോൾ ഒബ്ജക്ട്സ്. നമ്മൾ കുട്ടികളെ ഒബ്സർവ് ചെയ്തിട്ടുള്ളവർക്ക്, ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് കാണാം ഇങ്ങനെ കുട്ടികൾ ചെറിയ വസ്തുക്കളുടെ പുറകെ പോകുന്നത്. കുഞ്ഞു കുഞ്ഞു സാധനങ്ങളിനോട് അവർക്ക് വളരെ താല്പര്യമായിരിക്കും. ഈവൻ ചെറിയ പ്രായത്തിൽ അവരുടെ ചില ടോയ്സ്, ഇപ്പം ഏജിനനുസരിച്ച് ടോയ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഏജിനനുസരിച്ചുള്ള ചില ടോയ്സ്, വളരെ സ്മോൾ ഒബ്ജക്ട്സ്, അവര് ചിലപ്പോൾ വലിയ എന്തെങ്കിലും ടോയ് കിട്ടിയാൽ പോലും ഇവർ ഈ ചെറുതിനോട് കൂടുതൽ ഒരു അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ പറഞ്ഞല്ലോ, ഫ്ലോറിൽ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ കിടന്ന് നമ്മുടെ കണ്ണിൽ പെട്ടില്ലെങ്കിൽ പോലും ഇവരുടെ കടുകുമണി, പരിപ്പിന്റെ ചെറിയ കഷ്ണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിലത്ത് വീണ് കഴിഞ്ഞാൽ അതെല്ലാം ഇവര് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നത് നമുക്ക് കാണാം. മുറുപ്പിനെ നോക്കി എത്ര മണിക്കൂർ വേണമെങ്കിലും അവർ നിൽക്കും അല്ലെ. ചെറിയ കിളികളെ കാണുമ്പോ, പൂക്കളെ കാണുമ്പോ ഒക്കെ ഇവർക്ക് ഭയങ്കര കൗതുകമാണ്, ക്യൂരിയസ് ആണ്. അപ്പൊ സെൻസിറ്റീവ് ടു സ്മോൾ ഡീറ്റെയിൽസ്, അത് അവര് വളരെ അട്രാക്റ്റീവ് ആയിട്ട് അതിനെ ശ്രദ്ധിക്കും. അത് കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഒരു മെയിൻ കാരണം ഇത് തന്നെയാണ്, ആ സ്മോൾ ഒബ്ജക്ട്സിനെ അവര് സെൻസിറ്റീവ് ആകുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, മൂവിയുടെ റിവ്യൂ പറയുന്ന ആൾക്കാര് അതിന്റെ ചില മൈന്യൂട്ട് കാര്യങ്ങൾ, ഡീറ്റെയിൽസ് എടുത്ത് പറയൂലേ, ശരിക്കും അത് ഇന്റലിജൻസിന്റെ ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ ആ മൂവി കണ്ടിട്ടുണ്ടാവും, നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ആ ഒരു ഡീറ്റെയിൽസ്, മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എടുത്ത് പറയുന്നത് ശരിക്കും ആ ഒരു ഒബ്സർവേഷൻ, കോൺസെൻട്രേഷൻ, ഇന്റലിജൻസിന്റെ ഭാഗം തന്നെയാണ്. സെൻസിറ്റീവ് ടു സ്മോൾ ഒബ്ജക്ട്സ് ആക്ച്വലി അവരുടെ ഇന്റലിജൻസ് ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗം തന്നെയാണ്. നെക്സ്റ്റ്, കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്. വി നോ ദാറ്റ് ഒരു വയസ്സൊക്കെ ആകാറാവുമ്പോൾ, ചില കുട്ടികൾ ഒരു വയസ്സാകാറാകുമ്പോൾ നടക്കാനായിട്ട് തുടങ്ങും, ചില ഒരു വയസ്സ് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നടന്നു തുടങ്ങുന്നത്. അങ്ങനെ എനിവേ ആ ഒരു വയസ്സുമായിട്ട് അടുത്ത് വരുമ്പോൾ ആണ് കുട്ടികൾ നടക്കാനായിട്ട് തുടങ്ങുന്നത്. എന്നാലും അവര് ശരി വേച്ചൊക്കെ ആയിരിക്കും നടക്കുന്നത്. അവർക്ക് ആ ഒരു ബോഡിയുടെ ബാലൻസ്, ആ ഒരു കോർഡിനേഷൻ ആൻഡ് ബോഡിയുടെ കയ്യ്, കാല് എല്ലാം എങ്ങനെ ചലിപ്പിക്കണം, ആ ഒരു രീതിയിലുള്ള കോർഡിനേഷൻ ഒക്കെ ആകാനായിട്ട് ഏകദേശം ഒരു 2.5 വയസ്സൊക്കെ വീഴാതെ ബാലൻസ് ചെയ്ത് നടക്കുന്ന ആ ഒരു കറക്റ്റ് ഒരു ഡെവലപ്മെന്റ് വരുന്ന ഒരു ഏജ് ആകുമ്പോഴേക്കും, 4 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അത് പൂർത്തിയാകും. അതാണ് 4 years ഒക്കെ ആകുമ്പോഴേക്കും കുട്ടികളെ ക്ലാസ്സിൽ ചേർക്കും ചില പാരന്റ്സ്. അതിനു മുമ്പ് നിങ്ങൾ കൊണ്ടുചെന്നാൽ അറിയാവുന്ന ഒരു ഡാൻസ് ടീച്ചർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ പറയും 4 വയസ്സാകുമ്പോൾ കൊണ്ടുവരാനായിട്ട്. ഒരു ബോഡിയുടെ കോർഡിനേഷൻ, മൂവ്മെന്റ് അത് ബാലൻസ് ആകുന്ന ഒരു ഏജ് എന്ന് പറയുന്നത് ഒരു 4 years ഒക്കെ ആകും. ഇതാരാ ഒന്ന് റീഡ് ചെയ്യുക? വളരെ ചെറിയൊരു പാരഗ്രാഫേ ഉള്ളൂ. യു കുഡ് പ്ലീസ് റീഡ്. യെസ് പ്ലീസ്. ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞതൊക്കെ തന്നെ അതിനകത്ത് വരുന്നുണ്ട്. 2.5 വയസ്സ് തുടങ്ങി 4 വയസ്സ് വരെയാണ് അവരുടെ ബോഡിയുടെ ആ ഒരു മൂവ്മെന്റും കോർഡിനേഷനും വരുന്നത്. കോർഡിനേഷൻ, മൂവ്മെന്റ്, ബോഡി അവനവന്റെ നമുക്കറിയാം നമ്മൾ എങ്ങനെ നടക്കണം, എങ്ങോട്ട് പോകണം, എങ്ങനെ സ്റ്റെപ്പ് വെക്കണം എന്നുള്ളത്. ഇപ്പൊ സ്റ്റെപ്പ് കയറുമ്പോൾ, സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ, കയറ്റം കയറുമ്പോൾ, ഇറക്കം ഇറങ്ങുമ്പോൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കറിയാം എങ്ങനെ നമ്മൾ നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത്. കാരണം ഇറക്കൊക്കെ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ബാലൻസ് ഒക്കെ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. കയറ്റം കയറുമ്പോൾ നമ്മൾ ടയേർഡായി പോകാം, അങ്ങനത്തെ ഒക്കെ. അപ്പൊ നമുക്കതറിയാം. അതിനനുസരിച്ച് നമ്മൾ ബോഡിയെ മൂവ് ചെയ്യിക്കും. സോ സിമിലർലി ഇവിടെ കുട്ടികൾ ആ ഒരു ഏജ് ആവുമ്പോഴാണ് അവരുടെ ബില്ലിനനുസരിച്ച് അവർക്ക് തന്നെ അവരുടെ ബോഡി കൺട്രോൾ, ആ മൂവ്മെന്റ് കിട്ടുന്നത്. ചെറിയ പ്രായങ്ങളിൽ വീഴ്ച ഭയങ്കര കൂടുതലായിരിക്കും അല്ലെ. അതുപോലെ തന്നെ പ്രായമാകുമ്പോഴും നമ്മൾക്ക് ആ ഒരു ബോഡി കോർഡിനേഷൻ, കൺട്രോൾ, ബാലൻസ് തെറ്റുമ്പോഴാണ് പലപ്പോഴും ആളുകൾ വീഴുന്നത്. ഓക്കെ, അപ്പൊ ഇത് അവരുടെ മസിൽസിന്റെ ഡെവലപ്മെന്റും, പിന്നെ നമ്മൾ പറഞ്ഞു ഫൈൻ ഗ്രോസ് മോട്ടോർ സ്കിൽസും ഇതെല്ലാമായിട്ട് കണക്റ്റഡ് ആണ്. അവർക്ക് പ്രിസൈസ് കൺട്രോൾ കിട്ടുന്നു.
ഓക്കെ, നെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജും പിന്നെ സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫും ഉണ്ട്. സോ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പോവാം. ഒരു സെൻസിറ്റീവ് ലാംഗ്വേജ്, ഒരു സ്ഥിരം കേൾക്കുന്ന ആളുകളുടെ ശബ്ദങ്ങൾ അവർ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ അത് കൂടാതെ കേൾക്കുന്ന മനുഷ്യരുടെ ശബ്ദമല്ലാതെ വേറെ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുമല്ലോ, എന്തെങ്കിലും പാട്ടോ അല്ലെങ്കിൽ പൂച്ചയോ പട്ടിയോ അങ്ങനെ കിളികളുടെ ശബ്ദമോ അങ്ങനെ കേൾക്കുമ്പോൾ അവർ ശ്രദ്ധിക്കും. ചില സമയത്ത് അവര് ഡോഗ് ബാർക്കിംഗ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യും അല്ലെ. അത് ചില കുട്ടികൾ പലപ്പോഴും അനിമൽ സൗണ്ട്സ് ഇമിറ്റേറ്റ് ചെയ്യാതെ ഹ്യൂമൻ ബീയിങ്സിന്റെ സൗണ്ട്സുമായിട്ട് കൂടുതൽ സെൻസിറ്റീവ് ആകുന്നത് കാണാം. പലപ്പോഴും അവരുടെ ആ ലാംഗ്വേജ് ഫോർമേഷൻ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുമ്പോൾ നമ്മൾ പറയുന്ന ആ ഒരു സ്റ്റൈലിൽ തന്നെയായിരിക്കും കുട്ടികൾ സംസാരിക്കാനായിട്ട് തുടങ്ങുന്നത്. സ്കൂളിൽ ചെല്ലുമ്പോഴും കറക്റ്റ് ആ ഒരു ലാംഗ്വേജ് കിട്ടുവാണെങ്കിൽ അവരുടെ ലാംഗ്വേജ് പ്രോപ്പറായിട്ട്. ഞാൻ കുട്ടികളോട് അധികം കുഞ്ചി സംസാരിക്കുന്ന ആയിരുന്നില്ല, ലൈക്ക് എനിക്കത് വരില്ലായിരുന്നു. ശരിക്കും ഞാൻ പറയുന്നത് തന്നെ അതുപോലെ തന്നെ ഇവര് ക്ലിയർ ആയിട്ട് പറയുമായിരുന്നു. എല്ലാരും എന്നോട് പറയും കുട്ടികളോട് കുറച്ച് കൊഞ്ചി ഒക്കെ സംസാരിക്കണമെന്ന്. അപ്പം എനിക്കത് വരാത്തത് കൊണ്ട് ഞാൻ പറയുന്ന പോലെ തന്നെ ഇപ്പം പലരും പറയുന്നത് എന്റെ അച്ചടി ഭാഷയാണെന്ന്. അപ്പൊ അതുപോലെ തന്നെ ഇവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് പറയാം, കഷ്ടം തന്നെ പറയാം. അവര് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പം കൊളോക്കിലി സംസാരിക്കുന്ന ടീച്ചേഴ്സും പിയർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസും തുടങ്ങി നല്ല രീതിയിൽ കിട്ടിയ ലാംഗ്വേജ് അവരുടെ പോവുകയാണ് ചെയ്തത്. പിന്നെ അവർ അത് ആ രീതിയിൽ തന്നെ കൂടുതൽ ഫ്രണ്ട്സുമായിട്ടാണല്ലോ അവരുടെ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണല്ലോ സ്കൂൾ കാലഘട്ടങ്ങളിൽ. പിന്നെ ടീച്ചേഴ്സിന്റെ ആ ഒരു സ്റ്റൈലും ഒക്കെ കൂടി ആയപ്പോഴേക്കും ലാംഗ്വേജ് അവർക്ക് ആ ഒരു പറവൂർ സ്ലാങ് തന്നെ ആയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഇതാണ്. നെക്സ്റ്റ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. അത് ഏജ് പീരീഡ് ഒക്കെ പറയുന്നുണ്ട്. ബട്ട് നമുക്കങ്ങനെ എല്ലാ കുട്ടികൾക്കും നമുക്കത് ജനറലൈസ് ചെയ്ത് പറയാനേ പറ്റുള്ളൂ. അല്ലാതെ മീൻസ് ജസ്റ്റ് ആ ഒരു ഏജിൽ എന്നുള്ളതേ പറയുള്ളൂ. എല്ലാ കുട്ടികളിലും അതാവണമെന്നില്ല. അവർ വളരുന്ന എൻവിയോൺമെന്റ് അനുസരിച്ച് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരാം. മറ്റു കുട്ടികളെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങുന്നു. അവരുടെ പ്രായത്തിലുള്ളത് പിയർ ഗ്രൂപ്പ്, എന്നിട്ട് അവരുമായിട്ട് കളിക്കാൻ തുടങ്ങുന്നു. പിന്നെ ചിലപ്പം ഒരു 3 വയസ്സൊക്കെ കഴിയുമ്പോൾ ഒരു ഒറ്റയ്ക്കുള്ള കളി, ആ ഒരു സൊളാസ് എന്നുള്ള ഇതിലേക്ക് പോകും. ഇതെല്ലാം നടക്കും ആ ഒരു ചെറിയ പ്രായത്തിൽ വരുമ്പോൾ. ഈ പറഞ്ഞ സെൻസിറ്റിവിറ്റി എല്ലാം പ്രോപ്പർ ആയിട്ടൊരു എൻവിയോൺമെന്റ് ഡിസൈൻ ചെയ്താൽ മാത്രമാണ് കുട്ടിക്ക് കിട്ടുള്ളൂ. കുട്ടിയെ വളരെയധികം കൺട്രോൾ ചെയ്ത് വീടിനകത്ത് തന്നെ വെച്ച് വളർത്തി പുറത്ത് വിടാതെ മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാതെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെൻസിറ്റിവിറ്റി, ഈ ഒരു പീരീഡ് അവരുടെ ശരിയായ രീതിയിൽ ഡെവലപ്പ് ചെയ്യില്ല. അതാണ് നെക്സ്റ്റ് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം. എനിക്ക് 11:30 അടുത്ത ക്ലാസ് ഉണ്ട് തന്നെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മൾ ഇനി വെനസ്ഡേ കാണും. കമ്പൈൻ ക്ലാസ് ആണ് കേട്ടോ. 12ഉം 13ഉം കൂടിയുള്ള കമ്പൈൻ ക്ലാസ് ആണ്. യൂണിറ്റ് 7 ആയിരിക്കും. അപ്പൊ ഒറ്റയ്ക്ക് വരുന്ന ദിവസം ഞാൻ ഇനി ബാക്കി എടുക്കുള്ളൂ. ഓക്കെ, ബൈ. Thank you, Jima ma'am, for today's class. The session on self-construction was very informative and helpful. With gratitude to ma'am and all my dear friends, I am signing out now. See you all in the next class. Thank you, ma'am. Thank you. Thank you, ma'am.